ഇന്ന് രാത്രിയത്തേക്കോ രാവിലത്തേക്കോ നമുക്ക് ഭക്ഷണത്തിന് ചോറിന് പകരം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കഴിക്കാറുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്ക് സാധാരണ അരിപ്പൊടി ചൂടുവെള്ളത്തിലിട്ട് കുഴച്ചുരുട്ടി അരിപ്പ പാത്രത്തിൻ്റെ മുകളിൽ അല്പം എണ്ണ തേക്കണം, എങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും. വെറും ഉപ്പും ചൂടുവെള്ളവും മാത്രമാണ് വേണ്ടത്. അത് കുഴച്ച് ഉരുളയാക്കി അവിടുന്ന് ആവിയിൽ വേവിക്കുന്നുണ്ട്. അതേ അരി തന്നെ ഈ കൊഴുക്കട്ടയ്ക്ക് കുഴച്ച അരി തന്നെ പരത്തി അതിലേക്ക് കുറച്ച് അടയും ചുടുന്നുണ്ട്. വെറും വെല്ലവും തേങ്ങയും മാത്രമാണ് ഞാനിതിലേക്ക് എടുക്കാറ്. ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ്പ്പൊടി ഇടാം. ഇങ്ങനത്തെ അട രണ്ടെണ്ണവും അല്പം കൊഴുക്കട്ടയും കഴിച്ചാൽ വയറ് സുഖമായിട്ട് നിറയും. ചെറിയ അടയാണ്. പിന്നെ അതിലേക്ക് ഇനി കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കായമുളകും കറിവേപ്പിലയും ഇട്ട് ഒരല്പം തേങ്ങയും ഇട്ട് നമുക്കൊന്ന് ഇളക്കി അതിൽ തേങ്ങാപ്പാലൊന്ന് കളയാം. അല്പം അതിൻ്റെ വെള്ളത്തിൻ്റെ ചുവ ഒന്ന് വറ്റണം, എങ്കിലാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായി ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ പാലിൻ്റെ ഇതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഒരല്പം ചുവന്ന മുളക് പൊടി, ഗരം മസാലയൊക്കെ ഇടുന്നവർക്കിടാം. പക്ഷേ ഇത് ഇങ്ങനെ ആക്കിയാലും വെറുതെ മുളക് ഇടാണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഒരു മറ്റേത് മധുരമുള്ളത് കൊണ്ട് ഒരല്പം എരിവിരിക്കട്ടെ എന്ന് വെച്ചിട്ട് മുളക് ഇട്ടതാണ്. അതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ച കൊഴുക്കട്ട ഇടുക ചെയ്യുക. അപ്പോൾ ഇതൊന്നൊരല്പം അതിലേക്ക് പിടിക്കണമല്ലോ കൊഴുക്കട്ടയിലേക്ക്. അതിനാണ് ഒരല്പം വെള്ളം ചേർത്ത്, ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഒരല്പം ഉപ്പും ചേർക്കണം കേട്ടോ. അതും ഒന്ന് ഇളക്കി പിന്നീട് മുറിച്ച് വെച്ച കൊഴുക്കട്ടയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് ചോറില്ല, പെട്ടെന്ന് ചോറില്ല, അല്ലെങ്കിൽ കറിയില്ലെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പണി ചെയ്താൽ നമുക്ക് നല്ല വയറിനും മനസ്സിനും സുഖകരമായിട്ട് തൃപ്തിയായിട്ട് കഴിക്കാനുള്ള കാര്യമാണിത്. പിന്നീട് ഇനി ഒരാൾ ഇവിടെ കൊഴുക്കട്ട അധികം കഴിക്കാത്ത ആളുണ്ട്. അതുകൊണ്ട് അതിന് പകരം ഞാനൊരു പഴം പുഴുങ്ങി, കൊഴുക്കട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി അതിലേക്ക് ഒരല്പം നെയ്യും പഞ്ചസാരയും ഇട്ട്, ഇനി അത് വേണ്ടാത്തവർക്ക് ഒന്നും ഇടാതെയും കഴിക്കാം. അപ്പം ഒരു അടയും ഒരു നേന്ത്രപ്പഴവും ഒരല്പം കൊഴുക്കട്ടയും ഉണ്ടെങ്കിൽ വയറ് നിറഞ്ഞു. കൂട്ടത്തിലൊരു ചായയും. അപ്പോൾ ഒരു ഇഞ്ചി ചായയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തണുപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് വെള്ളത്തിൽ ആദ്യം നന്നായി തിളപ്പിച്ച് അതിൻ്റെ സത്ത് ഇറങ്ങിയതിന് ശേഷം, അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒരല്പം വറ്റി അതിന് കണക്കാക്കി വെള്ളം വെച്ചാൽ മതി. പാലും ചേർത്ത് ചായപ്പൊടിയും ചേർത്ത് നല്ല ചൂടോടെ കുടിച്ചാൽ നെഞ്ചിനും തൊണ്ടയ്ക്കും നല്ല ആശ്വാസമാണ് ഇഞ്ചി ചായ കുടിച്ചാൽ. അപ്പോൾ തണുപ്പിന് അധികവും ഇങ്ങനെ ഇഞ്ചി ചായ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രിയത്തെ ഡിന്നറിനോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ